വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. ടു റീച്ച് ദ അൺറീച്ച് ഈഡൻ ടി വി നടത്തുന്ന ഈ ശബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 9ാമത്തെ പാഠമാണ്. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. മനപ്പാഠവാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ 118 അധ്യായത്തിൻ്റെ 22ഉം 23ഉമാണ്. അതിപ്രകാരം പറയുന്നു: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു. നാം സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപെഴുതിയ സങ്കീർത്തനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്ത് കർത്താവായ യേശുക്രിസ്തു നടപ്പിലാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സങ്കീർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ അതിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ഈ ഭൂമിയിലുള്ള ശുശ്രൂഷയെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തു എപ്രകാരമായിരിക്കും ജനങ്ങളോട് ഇടപഴകുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷത എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി മുൻകൂട്ടി തന്നെ എഴുതിയിരിക്കുന്നു. അതിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വം, തൻ്റെ അനുസരണം, ദേവാലയത്തെ സംബന്ധിച്ച അത്യധികമായ ഉത്സാഹം, നല്ല ഇടയൻ എന്ന വ്യക്തിത്വം, തന്നെ തള്ളിപ്പറഞ്ഞത്, തൻ്റെ കഷ്ടാനുഭവങ്ങൾ, അസ്ഥികൾ ഒടിഞ്ഞു പോകാത്തത്, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പൗരോഹിത്യം, രാജ്യത്വം എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമെന്നും ഈ ഭൂമിയിൽ ജീവിക്കുമെന്നും ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റുമെന്നും അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നും രാജ്യത്വം പ്രാപിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി സങ്കീർത്തനങ്ങളിൽ പറയുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷവും കർത്താവായ യേശുക്രിസ്തു എമ്മാവൂസിലേക്കുള്ള വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്യമുണ്ട്. പിന്നെ അവൻ അവരോട്: ഇതാകുന്നു ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാക്കണം എന്നുള്ളത് തന്നെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനും വളരെ കാലഘട്ടം മുൻപ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിന് വളരെ കാലഘട്ടങ്ങൾക്ക് മുൻപ് എഴുതിയതായ സങ്കീർത്തനങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങൾ, ഇവിടുത്തെ ശുശ്രൂഷ എപ്രകാരമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി മുൻകൂട്ടി എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷവും കർത്താവായ യേശുക്രിസ്തു പറയുന്നത് സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം എന്നുള്ളതാണ്. അപ്പം നാം സങ്കീർത്തനങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ യാചനകളുണ്ട്, നിലവിളികളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, വിലാപങ്ങളുണ്ട്, പരാതികളുണ്ട്, ഒക്കെ ഉണ്ട്. ഈ വിലാപവും നന്ദി അർപ്പണവും സ്തുതികളുമൊക്കെ പ്രതിനിധീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി നടത്തുന്നതായ പ്രാർത്ഥനകളും നമുക്ക് വേണ്ടി നമ്മളെ രക്ഷയ്ക്കായിട്ട് വേണ്ടി നടത്തുന്നതായ പ്രാർത്ഥനകളുടെ ഒരു പ്രതിധ്വനിയാണ് നാം സങ്കീർത്തനങ്ങളിൽ കേൾക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളുടെ, പിതാവുമായി നടത്തുന്ന പ്രാർത്ഥനകളുടെ ഒരു പ്രതിധ്വനിയാണ് നാം സങ്കീർത്തനങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ മൊത്തമായി അവിടെ വരച്ചു കാട്ടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ആഴ്ച നാം പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എപ്രകാരമായിരുന്നു, അതെങ്ങനെയാണ് സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ഭാഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വയം പരിത്യാഗിയായ ദിവ്യ ഇടയൻ. കർത്താവായ ഈ പാഠഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ നല്ല ഇടയനായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 23 ആ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം. ആ 23ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് യഹോവ ഇടയനും ദൈവജനം തൻ്റെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടവുമായി ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായ നാം ആട്ടിൻകൂട്ടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് എങ്കിൽ നമ്മെ നയിക്കേണ്ടതും നമ്മെ നടത്തുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ സർവശക്തനായ ദൈവമാണ്. ദൈവത്തെ നമ്മുടെ ഇടയനായി ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ, എടുത്തു കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കൾ ആട്ടിൻകൂട്ടങ്ങളായി ഇവിടെ ചിത്രീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നമ്മെ നയിക്കുന്നത് നല്ല ഇടയനായ
കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായി നമ്മോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നാം ആശ്രയിക്കേണ്ടത് ആ ദൈവത്തെയാണ്. ഒരു നല്ല ഇടയൻ നമുക്കുള്ളപ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നാം ആശ്രയിക്കേണ്ടത് ആ ഇടയനെ തന്നെയാണ്. ആട്ടിൻകൂട്ടങ്ങൾ എപ്രകാരമാണോ തങ്ങളുടെ ഇടയനെ ആശ്രയിക്കുകയും ആ ഇടയനെ വിശ്വസിക്കുകയും ചെയ്യുന്നത്, അതുപോലെയാണ് നല്ല ഇടയനായ നമ്മുടെ ദൈവത്തെ നാം ആശ്രയിക്കേണ്ടതും നാം വിശ്വസിക്കേണ്ടതും. ദൈവം നാമുമായിട്ട് ഉടമ്പടി വച്ചിട്ടുണ്ട്. നാം ദൈവത്തിൻ്റെ ആടുകളും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ, ദൈവത്തിൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളുമാണ്. അപ്പോൾ ആ ഉടമ്പടിയുടെ ഭാഗമായി നാം ഓരോരുത്തരും എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആടുകളായി മാറുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി നാം മാറുന്നു. നമുക്കുള്ള സർവ്വ അധികാരങ്ങളും എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ടതാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവമാണ് എന്ന് പറയുന്നു. അപ്പം ദൈവത്തെ ഒരു നല്ല ഇടയനായിട്ടാണ് ദാവീദ് ചിത്രീകരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഉൽപ്പത്തിയിലേക്ക് പോകുമ്പോൾ അവിടെയും ദൈവത്തെ ഇസ്രായേലിൻ്റെ ഇടയനായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ ഒരു നല്ല ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നു. പഴയ നിയമകാലത്താലും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നു ദൈവത്തെ ഒരു നല്ല ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പല രാജാക്കന്മാരും, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭരിച്ച പല രാജാക്കന്മാരും നല്ല ഇടയന്മാരായി ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. പക്ഷേ അവരൊക്കെ പലപ്പോഴും വഴിതെറ്റിപ്പോയി. അവർക്കൊന്നും ആ വിളിച്ച വിളിക്ക് അല്ലെങ്കിൽ അവരുടെ രാജകീയ പദവിക്ക് യോഗ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ മക്കളെ നയിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു. അവരുടെ പദവിക്ക് ചേർന്നതായ പ്രവൃത്തികൾ തുടരുന്നതിൽ അവർ പക്ഷേ ആരംഭിച്ചിരിക്കും പലരും, പക്ഷേ അത് തുടർന്നു കൊണ്ടുപോകുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവായ യേശു അല്ലാതെ ഒരു നല്ല ഇടയൻ നമുക്ക് മറ്റൊരാളെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. ഇവിടെ പറഞ്ഞത് യേശു മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് വിളിച്ച വിളിക്ക് അനുയോജ്യമായി ജീവിതം നയിച്ചത് എന്ന് പറയുന്നു. മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ ഒരു നല്ല ഇടയൻ്റെ പ്രത്യേകതകൾ, നല്ല ഇടയൻ സ്വന്തം ആടുകൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ തയ്യാറാണ്. അവൻ എല്ലാ ആടുകളും അവന് പ്രിയപ്പെട്ടതാണ്. ഒരു ആടിനെ കാണാതെ പോയാൽ അവൻ ബാക്കിയുള്ള എല്ലാ ആടുകളെയും വിട്ടേച്ച് ആ കാണാതെ പോയതിനെ അവൻ കണ്ടെത്താൻ ശ്രമിക്കും, അന്വേഷിച്ചു പോകും എന്നുള്ളതാണ്. അത് ഏത് ദുർഘടങ്ങൾ വേണമെങ്കിലും അവൻ താണ്ടുവാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 23 പറയുന്നത്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നു. അപ്പോൾ ആടുകളുടെ ഒരു വിശ്വാസം അതാണ്. ഇടയനുണ്ട് എങ്കിൽ ആടുകൾ ഏത് ഭാഗത്തൂടെയും പോകും. ഏത് താഴ്വരയിലും ഏത് മലമ്പ്രദേശത്തും ഏത് കുന്നുകളിലും ഇടയൻ്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ, ഇടയൻ അവരോടുണ്ട് എങ്കിൽ ആടുകൾ നിർഭയം സഞ്ചരിക്കും. ഇടയൻ്റെ ശബ്ദം, ഒരു നല്ല ഇടയൻ്റെ ശബ്ദം ആടുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു നല്ല ഇടയൻ ഏത് രാത്രി വന്നാലും ഏത് സമയത്ത് വന്നാലും ആ ഇടയൻ്റെ ശബ്ദം ആടുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പം നമ്മുടെ നല്ല ഇടയൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല, കാരണം നമ്മുടെ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ആ ഇടയൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു എങ്കിൽ, ആ ഇടയൻ്റെ ശബ്ദം നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, ഏത് അനർത്ഥത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും നമുക്കതിനെ അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ആടുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി ഒരു പക്ഷേ താഴ്വരയിലൂടെയും മലകളിലൂടെയും ഇടുക്കുകളിലൂടെയും ഇരുണ്ട പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ആടുകൾ പോകുന്നത് ആ ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്, ഇടയൻ തെളിക്കുന്ന വഴിയിലൂടെയാണ് ആ ആടുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ആടുകൾക്ക് അനർത്ഥമൊന്നും സംഭവിക്കാതെ ആടുകൾക്ക് സുലഭമായി വെള്ളവും പുല്ലും കിട്ടുന്നതായ സ്ഥലങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നു.
ഇവിടെ കർത്താവായ യേശുക്രിസ്തുവായ നല്ല ഇടയൻ്റെ ശബ്ദം നാം കേൾക്കുകയും കർത്താവായ യേശുക്രിസ്തുവായ നല്ല ഇടയൻ്റെ വാക്കുകൾ നാം അനുസരിക്കുകയും ചെയ്താൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ വഴി നടത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ജനം ആടുകളായി മാറിയ നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഒരു വലിയ യാഗമായി തീർന്നു. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി മരിക്കാൻ ഒരുക്കമാണ്. അങ്ങനെ ഒരാളെ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ, കർത്താവായ യേശുക്രിസ്തുവിന്. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ ഒരു പ്രത്യേക ദേശത്തിനോ ഒരു പ്രത്യേക രാജ്യത്തിനോ വേണ്ടി മാത്രമല്ല വന്നത്, മറിച്ച് മറ്റ് കൂട്ടങ്ങളിലും ഇനിയും ആടുകളുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. ഈ ലോകത്തിലുള്ള ഭാഷാ വ്യത്യാസമില്ലാതെ, സംസ്കാര വ്യത്യാസമില്ലാതെ, മറ്റൊരു വ്യത്യാസങ്ങളും ഇല്ലാതെയുള്ള സർവ്വ മനുഷ്യരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ്, സർവ്വ മനുഷ്യരെയും തിരഞ്ഞുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു സ്ഥലങ്ങളിലും ഈ കൂട്ടത്തോടൊപ്പം ചേർക്കുവാൻ ആടുകളുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു നല്ല ഇടയൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം വന്നതല്ല, ഒരു പ്രത്യേക രാജ്യത്തിന് വേണ്ടി മാത്രം വന്നതല്ല. ഈ ലോകത്തുള്ള സർവ്വ മാനവരാശിക്കുമായി അവരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്, കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഒരു വലിയ യാഗമായി തീരുവാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ സ്വയം പരിത്യാഗിയായ ഒരു ഇടയൻ നമുക്കുള്ളത് കൊണ്ട്, ഇന്ന് ജീവിക്കുന്ന ഒരു ഇടയൻ നമുക്കുള്ളത് കൊണ്ട്, നാം ആ ഇടയൻ്റെ വാക്കുകൾ കേട്ട്, ആ ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇനിയും കണ്ടെത്തുവാനുള്ള ആടുകൾക്ക് വേണ്ടി, അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മെ തേടി വന്നത് നമ്മെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ്, കാണാതെ പോയതിനെ കണ്ടെത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മെ കണ്ടെത്തിയതുപോലെ മറ്റനേകരെയും കണ്ടെത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നാം ഓരോരുത്തരും. സ്വയം പരിത്യാഗിയായ ഒരു ദിവ്യ ഇടയൻ നമുക്കുള്ളത് കൊണ്ട് ഏത് കൂരിരുട്ടിലൂടെയും നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ആ ഇടയൻ്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ആ ഇടയൻ്റെ വാക്കുകളെ അനുസരിച്ചാൽ മാത്രം മതിയാകും. ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചോളം അത് അങ്ങനെ തന്നെ ഇടയൻ്റെ ശബ്ദത്തെയും ആ ഇടയൻ്റെ വാക്കുകളെയും തെറ്റാതെ അനുസരിച്ച് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. കഷ്ടം അനുഭവിക്കുന്ന മശിക തിങ്കളാഴ്ച ഭാഗത്തിൻ്റെ തലവാചകമാണ് ഇവിടെ പറയുന്നത്. അത്യന്തം ഉപേക്ഷിക്കപ്പെട്ടു മനപീഡ അനുഭവിക്കുന്ന മശികയുടെ വികാരങ്ങളെ പല സങ്കീർത്തനങ്ങളും പ്രകടമാക്കുന്നുണ്ട്. അത് ഏറ്റവും അധികം കർത്താവായ യേശുക്രിസ്തു ഏറ്റവും അധികം മാനസികമായ ഒരു സംഘർഷം, അതികഠിനമായ വേദന അനുഭവിച്ച ഒരു സ്ഥലം എന്ന് സമയം എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുമ്പോൾ തൻ്റെ പിതാവും തന്നെ കൈവിട്ടു എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായപ്പോഴാണ്. ഇത് ദാവീദിനെ കുറിച്ച് പറയുന്നതല്ല. കാരണം ഈ സങ്കീർത്തനം 22 സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിനെ കുറിച്ചോ അല്ലെങ്കിൽ ദാവീദിൻ്റെ മാനസിക വിഷമത്തെക്കുറിച്ച് പറയുന്നില്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ അത് ചൂണ്ടിക്കാണിക്കുന്നതാണത്. കാരണം ഈ സങ്കീർത്തനങ്ങൾ നാം ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ഇത്തരം അനുഭവങ്ങളെന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്ന ആ അനുഭവങ്ങളൊന്നും ദാവീദിന് വന്നില്ല, മറിച്ച് അത് അനുഭവിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഇവിടെ യേശുക്രിസ്തു അവസാനം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്, എലി എലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന ചോദ്യം. അപ്പം ആ സങ്കീർത്തനങ്ങൾ 22 പറയുന്ന അതേ വാക്കുകൾ കർത്താവ് യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ദൈവത്തെയാണ്, മശിഹായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഈ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ നമ്മുടെയൊക്കെ പാപങ്ങൾ ചുമക്കേണ്ടി വന്നതുകൊണ്ട് പിതാവിൽ നിന്നും വേർപിരിക്കപ്പെടത്തക്ക വേദന അതിനുണ്ടായി, അതികഠിനമായ വേദന ഉണ്ടായി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റെന്തും കർത്താവായ യേശുക്രിസ്തുവിനെ തരണം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും പിതാവിൽ നിന്നും ഇങ്ങനെ ഒരു വേർപാട് അല്ലെങ്കിൽ പിതാവ് തന്നെ കൈവിട്ടോ എന്നൊരു ചിന്ത കർത്താവായ യേശുക്രിസ്തുവിന് അതികഠിനമായി
വല്ലാതെ കർത്താവായ യേശുക്രിസ്തു സ്പർശിച്ചു എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു അവസാനിച്ചിരിക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തോ എന്നൊരു ചോദ്യം. ആ ചോദ്യം നാം അത്രമാത്രം ഗഹനമായി ചിന്തിക്കുന്നുവെങ്കിൽ മാത്രമേ പിതാവും പുത്രനും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു, ആ ഒരു ബന്ധത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം അടുപ്പമുണ്ടായിരുന്ന, അത്രമാത്രം ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നതായ പിതാവിൻ്റെയും പുത്രൻ്റെയും ബന്ധത്തിന് ഒരു അകലമുണ്ടാക്കിയത് നമ്മുടെ പാപങ്ങളാണ്. ആ പാപത്തിൻ്റെ ഫലം കർത്താവായ യേശുക്രിസ്തു സ്വയം വഹിച്ചതുകൊണ്ട് പിതാവായ ദൈവം പാപത്തോടുള്ള ദൈവത്തിൻ്റെ അനിഷ്ടത്തെ പുത്രൻ സഹിച്ചതുകൊണ്ട് ആ ഒരു യാതന, വല്ലാത്തൊരു യാതന, വേദന കർത്താവായ യേശുക്രിസ്തുവിനുണ്ടായി എന്ന് പറയുന്നു. ഇവിടെ ഡിസയർ ഓഫ് ഏജസ് സിസ്റ്റർ വൈറ്റ് പറയുന്നത്, നമ്മുടെ പകരക്കാരനും ജാമ്യക്കാരനും എന്ന നിലയിൽ നമ്മളെല്ലാവരുടെയും അകർത്യമൊക്കെയും ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അവിടുന്ന് ന്യായപ്രമാണ ലംഘകനായി കണക്കാക്കപ്പെട്ടു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നു നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആയിരുന്നു അത്. ആദാമിൻ്റെ ഓരോ സന്തതിയുടെയും പാപകുറ്റങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഭാരം ഏൽപ്പിച്ചു. പാപത്തിന് എതിരെയുള്ള ദൈവക്രോധം, അകൃത്യം നിമിത്തമുള്ള പിതാവിൻ്റെ അതൃപ്തിയുടെ ഭീകരമായ അനുഭവം തൻ്റെ പുത്രൻ്റെ മുഴുവൻ ആത്മാവിനെയും സംഭ്രമത്തിലാക്കി എന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. ഈ ലോകത്തിലെ നമ്മ ഓരോരുത്തരെയും അതികഠിനമായ പാപം കർത്താവായ യേശുക്രിസ്തു വഹിച്ചത് കൊണ്ട് തൻ്റെ പിതാവിൽ നിന്നുമുള്ളൊരു വേർപാട് കർത്താവായ യേശുക്രിസ്തുവിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് സിസ്റ്റർ വൈറ്റ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു അവസാനം പ്രാർത്ഥിച്ചത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അങ്ങനെ അകാരണ വല്ലാത്ത വേദന ഉണ്ടായപ്പോഴും കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം ചെയ്തു, ആ പിതാവുമായിട്ടുള്ള ബന്ധം അറ്റുപോകാതെ തന്നെ ആ നിരാശയുടെ ആഴം എത്രമാത്രമായിരുന്നുവെങ്കിലും തന്നെ കർത്താവായ യേശുക്രിസ്തു പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞത്, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ആ പിതാവിന് അത്രമാത്രം വേദന കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിട്ട് പോലും തന്നെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തതായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ നമ്മൾ തുടർന്ന് പഠിക്കുന്ന സമയത്ത് ഇവിടെ കാളക്കൂറ്റന്മാർ, അലറുന്ന സിംഹങ്ങൾ, കടിക്കുന്ന നായ്ക്കൾ, ഇതൊക്കെ ഈ മൃഗങ്ങളൊക്കെ മനുഷ്യരുടെ സ്വഭാവത്തെ കാണിക്കുന്നു. ക്രൂരതയുടെ പര്യായങ്ങളായി, നന്ദിയില്ലായ്മയുടെ പര്യായങ്ങളായി ഈ മൃഗങ്ങളെ ഇവിടെ കാണിക്കുന്നു. ഒരു പാപവും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നു. അതുമാത്രവുമല്ല, പുത്രൻ പിതാവിനോട് സംസാരിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് അവർ പുത്രനെ കളിയാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനെ രക്ഷിക്കട്ടെ, അവനെ വിടിവിക്കട്ടെ, അവൻ പ്രസാദമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ആ മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിനെ പരിഹസിക്കുന്നു. ആ പരിഹാസവും അതീവ വേദനയോടുകൂടിയാണ് കർത്താവായ യേശുക്രിസ്തു ഏറ്റുവാങ്ങുന്നത്. അതുമാത്രവുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അങ്കികൾ അവർ ചീട്ടിട്ടെടുക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ മുന്നമേ തന്നെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പുഴുപോലെ ആക്കി തീർന്നിട്ടും പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകമേ പഠിപ്പിക്കുന്നു. ഈ ലോകത്തെ മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും നികൃഷ്ടമായി, ഏറ്റവും ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തുവെങ്കിൽ, തൂക്കിലേറ്റുകയും ചെയ്തുവെങ്കിൽ, പിതാവായ ദൈവം വിശുദ്ധ മന്ദിരത്തിൻ്റെ, സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രധാന മൂലക്കല്ലായി കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി എന്ന വലിയ പ്രത്യാശയുള്ളതായ ഒരു സന്ദേശമാണ് നമുക്ക് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷകൻ ഈ ലോകം തള്ളിക്കളഞ്ഞുവെങ്കിലും, ഈ ലോകം പരിഹസിച്ചുവെങ്കിലും, ഈ ലോകം നിന്ദിച്ചുവെങ്കിലും, തൻ്റെ വസ്ത്രം പോലും ചീട്ടിട്ടെടുത്തുവെങ്കിലും, പിതാവായ ദൈവം തൻ്റെ പുത്രനെ
ഇന്ന് നമുക്ക് വേണ്ടി പ്രധാന മൂലക്കല്ലായി മാറ്റിയിരിക്കുന്നു എന്ന വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് ഈ പാഠഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. കഷ്ടം അനുഭവിക്കുന്ന മശിഹ നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചു. ഈ ലോകം ത്യജിച്ചു എങ്കിലും ഇന്നും നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് കർത്താവായ യേശുക്രിസ്തു, പിതാവിൻ്റെ അടുത്ത് കർത്താവായ യേശുക്രിസ്തു ഒരു പ്രധാന മൂലക്കല്ലായി അവിടെ ആയിരിക്കുന്നതിൽ ഒരു പ്രത്യാശയുള്ള ജീവൻ നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സഹായകരമായി മാറും എന്നുള്ളതാണ് ഈ ആഴ്ച പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ചയിലേക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ നിയമത്തോട് എന്നേക്കും വിശ്വസ്തൻ. ദൈവം തൻ്റെ നിയമത്തോട് എന്നേക്കും വിശ്വസ്തൻ എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം ദാവീദിനോട് ഉടമ്പടി ചെയ്തത് ദാവീദിൻ്റെ രാജവംശത്തെ നിലനിർത്തുമെന്നും അവർ ജനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമെന്നും അങ്ങനെ തലമുറയെ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെ ദൈവം ദാവീദിനോട് വാഗ്ദത്തം ചെയ്തു. എന്നാൽ നമുക്കറിയാം ഒരു പ്രതിജ്ഞയാണ്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി 2 ഭാഗങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഭാഗം ദൈവം ചെയ്യുന്നു, മനുഷ്യരുടെ ഭാഗം മനുഷ്യൻ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ആയിട്ടും ദൈവം തൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് ദൈവം ഒരിക്കലും പിൻവാങ്ങിപ്പോകുകയില്ല. അതാണ് നമുക്ക് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ പൂർവികന്മാരുടെ അനുഭവമൊക്കെ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തനാണ്. പക്ഷേ ദാവീദിൻ്റെ ജീവചരിത്രം നാം നോക്കുമ്പോൾ ദാവീദ് ദൈവഭക്തനായിരുന്നു, ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനായിരുന്നു. പല അപകടഘട്ടങ്ങളിലും ദൈവം ദാവീദിനെ രക്ഷിച്ചു. പല അപകടഘട്ടങ്ങളും, പക്ഷേ എല്ലാ അപകടഘട്ടങ്ങളിലും ദൈവം ദാവീദിനെ രക്ഷിച്ചു. പക്ഷേ അങ്ങനെയുള്ള ദാവീദ് ദൈവത്തോട് എന്ത് ചെയ്തു? പാപം ചെയ്തു. അല്ലെങ്കിൽ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ ദാവീദ് പരാജയപ്പെട്ടു. ആ ഉടമ്പടി തകർന്നു എന്ന അവസ്ഥയിലായി. ആ ഉടമ്പടിയുടെ മാനുഷിക ഭാഗം തകർന്നുപോയി. മനുഷ്യൻ ചെയ്യേണ്ടതായ ഭാഗം, മനുഷ്യൻ നിവർത്തിക്കേണ്ടതായ ഭാഗം തകർന്നുപോയി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ആ തകർന്നു പോയ ഭാഗത്തെ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ശ്രമിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിൽ മനുഷ്യൻ്റെ ഭാഗം തകർന്നു പോകുമ്പോഴും ആ ബന്ധത്തിന് ഉലച്ചിൽ വരാതെ ആ ഉടമ്പടി നിറവേറ്റുവാൻ വേണ്ടി ദൈവം വീണ്ടും മനുഷ്യന് അവസരം കൊടുക്കുന്നു. ദൈവത്തിന് ആ ഉടമ്പടി തകർന്നതിൽ ക്രോധമുണ്ടാകുമെങ്കിലും കോപമുണ്ടാകുമെങ്കിലും നാം ദൈവത്തോട് അനുതപിക്കുമ്പോൾ ദൈവം ആ കോപത്തെ മാറ്റി നമ്മോട് നിരപ്പായിത്തീരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ദാവീദ് ചോദിക്കുന്നത്, ദൈവമേ എത്രത്തോളം നിൻ്റെ കോപം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും? എത്രത്തോളം? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് ദാവീദ് ഇവിടെ ആശങ്കപ്പെടുകയാണ്. ദാവീദിന് മനസ്സിലായി തൻ്റെ ഭാഗം അവിടെ തീർന്നു, അല്ലെങ്കിൽ താൻ പരാജിതനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തോട് പറയുകയാണ്, ദൈവത്തിനോട് ക്ഷമ ദാവീദ് യാചിക്കുകയാണ്. നിൻ്റെ കോപം എത്രത്തോളം നീ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും? മാത്രവുമല്ല ദാവീദ് പറയുന്നത്, നിൻ്റെ കൃപയെ നീ ഓർക്കണമേ എന്നാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയെ ദൈവം ഓർക്കുന്നെങ്കിൽ ദൈവം ദാവീദിനോട് ക്ഷമിക്കും. അങ്ങനെ ക്ഷമിച്ചുവെങ്കിൽ മാത്രമേ ആ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ദൈവവും നാമും തമ്മിലുള്ള ഉടമ്പടിയിൽ ദൈവം ഒരിക്കലും പിന്മാറിപ്പോകുകയില്ല. ദൈവം എപ്പോഴും ആ ഉടമ്പടി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ നമ്മളോ? ആ ഉടമ്പടിയുടെ ഭാഗം നാം പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. മാനുഷിക ഭാഗം, അല്ലെങ്കിൽ ദൈവം മനുഷ്യരിൽ നിന്നും ഉടമ്പടിയുടെ ഭാഗമായി ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ? നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സകല നീതിയുടെയും ആൾരൂപവും ഇസ്രായേലിൻ്റെയും സർവ്വലോകത്തിൻ്റെയും രക്ഷയും ആകുന്നു നമ്മുടെ ദൈവം. സകലത്തിൻ്റെയും രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതുകൊണ്ട് ഒരു നിത്യരാജ്യം നമുക്കായി ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. നാം മനുഷ്യർ ആ ദൈവവുമായി ഏർപ്പെട്ട ഉടമ്പടിയുടെ ഭാഗത്ത് നിന്നും പരാജയപ്പെട്ടുവെങ്കിലും ആ ഉടമ്പടി പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, ആ ഉടമ്പടി പൂർത്തിയാക്കുവാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചു. നാം പരാജയത്തെ മാറ്റിക്കൊണ്ട് നമ്മൾ അനുദപിക്കുന്നവർക്ക് ആ പരാജയം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമാകുവാൻ വീണ്ടും ഒരവസരം കൂടെ പിതാവായ ദൈവം നൽകിയിരിക്കുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കും, അവൻ ആദ്യജാതനായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്.
രാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനായിരിക്കും, അവൻ ആദ്യജാതനായിരിക്കും. നമുക്കറിയാം ദാവീദ് യിശായിയുടെ എട്ടാമത്തെ മകനായിരുന്നു. ആദ്യജാതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കും. ആ രാജാവാണ് നമുക്ക് രാജ്യത്വം തരാൻ വേണ്ടി പോകുന്നത്. ആ രാജാവാണ് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ദൈവം എപ്പോഴും വിശ്വസ്തനായിരിക്കും. നാം അതിൻ്റെ ഭാഗമായി, ആ ഉടമ്പടിയുടെ ഭാഗമായി മാറിയ നാം ഓരോരുത്തരും അതിൽ വിശ്വസ്തരാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ വിശ്വസ്തരല്ല എങ്കിൽ ആ ഉടമ്പടിയിൽ നിന്ന് നാം എന്നേക്കുമായി പുറന്തള്ളപ്പെടും. എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നാം ഉടമ്പടിയുടെ ഭാഗമായി വീണ്ടും വരുവാൻ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പാതയിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോ നിമിഷവും വിളിക്കുന്നത് ആ ഉടമ്പടിയിൽ നിലനിൽക്കുവാൻ വേണ്ടിയാണ്. നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതം ചെലവഴിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആ ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിക്കാതെ, ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിപ്പോകാതെ നാം ആ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ളൊരു ബോധം എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും ഉണ്ടായിരിക്കണം എന്നാണ് ഈ പാഠം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ബുധനാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ എതിരില്ലാത്ത അധികാരത്തിൻ്റെ നിത്യരാജ്യം. ഇവിടെ പറഞ്ഞത് ദൈവത്തെ മശീഹായുടെ പിതാവായി ചിത്രീകരിക്കുന്നത് രാജാവ് ദൈവിക ഉടമ്പടിയിൽ ചേർക്കപ്പെട്ടപ്പോഴത്തെ രാജാവിൻ്റെ കിരീടധാരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ സങ്കീർത്തനങ്ങൾ 2:7 പറയുന്നത് എന്താണ്? ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും. കർത്താവായ യേശുക്രിസ്തുവിന് സർവ്വ അധികാരങ്ങളും പിതാവ് കൊടുത്തിരിക്കുന്നു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു ആ കിരീടദാനത്തിലേക്ക്, അല്ലെങ്കിൽ രാജാവ് എന്ന പദവിയിലേക്ക് ഉയർന്നത് കൊണ്ട് തന്നെ നാം ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി ഇവിടെ ജീവിക്കുവാനും നമുക്കൊരു വലിയ പ്രത്യാശയാണ് നൽകിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു രാജാവ് മാത്രമല്ല, ഒരു മഹാപുരോഹിതനും കൂടിയാണ്, ദൈവത്തിൻ്റെ അഭിഷക്തനും കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ സർവ്വ അധികാരങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. സോ ഒരു രാജാവിൻ്റെ, ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പാദപീഠം, ശത്രുക്കളെ പാദപീഠമാക്കുവോളം എന്ന ഒരു പ്രയോഗം അവിടെയുണ്ട്. അപ്പം പരിപൂർണമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദുഷ്ടശക്തികളെന്തെയും തകർത്തു കളയും. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഇങ്ങനെ യുദ്ധം ചെയ്ത് മറ്റു ശത്രു രാജാക്കന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഈ വിജയിച്ച രാജാവിൻ്റെ കാൽ തോറ്റ രാജാവിൻ്റെ തോളത്തോ തലയിലോ ഒക്കെ വെക്കുന്ന ഒരു പ്രതീകമായ ഒരു ചടങ്ങുണ്ട്. അത് എന്ന് വെച്ചാൽ, നീ എനിക്ക് അടിമയാണ്, അല്ലെങ്കിൽ നിന്നിലുള്ള സർവ്വ അധികാരങ്ങളും എനിക്കുള്ളതാണ് എന്നൊരു പ്രതീകം. കർത്താവായ യേശുക്രിസ്തു ഇവിടെ ചെയ്യാൻ പോകുന്നതും തിന്മയെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, ചെങ്കോൽ എന്ന് പറയുന്ന അധികാരത്തിൻ്റെയാണ്. പണ്ട് ഗോത്ര രാജാക്കന്മാർക്കെല്ലാം, നേതാക്കൾക്കെല്ലാം ചെങ്കോലുണ്ടായിരുന്നു. ഇവിടെ സിയോൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ചെങ്കോൽ ന്യായവിധിയുടെ ചെങ്കോലാകുന്നു. ക്രിസ്തു സിയോൻ ജനതയെ പ്രതികരിക്കുന്ന തൻ്റെ ചെങ്കോൽ സിയോനിൽ നിന്ന് വരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ചെങ്കോൽ എന്നും ചോദിച്ചാൽ ന്യായവിധിയുടെ ചെങ്കോലാണ്. സർവ്വ അധികാരങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. തിന്മയുടെ മേൽ പരിപൂർണമായ വിജയം കർത്താവായ യേശുക്രിസ്തുവിന് ഉണ്ടാകുമെന്ന് സങ്കീർത്തനങ്ങൾ വ്യക്തമായി പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് സർവ്വ അധികാരങ്ങൾ കൊടുക്കുമ്പോൾ ഭൂരാജാക്കന്മാരൻ അതിശ്രേഷ്ഠനായവൻ, ദൈവത്തിൻ്റെ അഭിഷക്തൻ ഈ ലോകത്തേക്ക് വരുമ്പോൾ, നമ്മെ ചേർക്കാൻ വരുമ്പോൾ, ദൈവം നമ്മെ ചേർക്കുകയും തിന്മയുടെ ഈ ലോകത്തെ പരിപൂർണമായി നശിപ്പിക്കുകയും ചെയ്യും എന്നാണ്. എന്നാൽ അതിനു മുൻപ്, ഈ ലോകത്തെ തകർക്കുന്നതിന് മുൻപ്, ദൈവത്തെ എതിർക്കുന്നതായ ദുഷ്ടരാജാക്കന്മാർക്ക് പോലും അനുദപിക്കുവാനും ആ ദൈവത്തിൻ്റെ കൂട്ടത്തിലേക്ക്, ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുവാനും അവസരം ദൈവം കൊടുക്കുന്നു. അതൊരു വലിയ പ്രതീക്ഷയാണ്. ഓരോ മനുഷ്യനും, നഷ്ടപ്പെട്ടു പോയ ഓരോ മനുഷ്യനും ഉള്ള വലിയൊരു പ്രതീക്ഷയാണ്. ദൈവം ഇന്നും
എന്നെ സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ്. അത് ഒരു മനുഷ്യനും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ സമയത്തും ഞാൻ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ എന്നെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷക്തനായ, രാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തയ്യാറാണ് എന്നുള്ളതാണ് ഓരോ മനുഷ്യ ജീവിതത്തിനും പ്രതീക്ഷയേകുന്നതായ ഒരു വസ്തുത. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് സർവ്വ തിന്മയും തുടച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി ഒരു പുതിയ ലോകം സൃഷ്ടിക്കുമ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരും കാണണം എന്നുള്ളതാണ്. അത് നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു അനുഭവമാണ്, ഒരു ചിന്തയാണ്. എൻ്റെ ദൈവം ഈ ലോകത്ത് വരും, ഈ ലോകത്തുള്ള സകല തിന്മയെയും മാറ്റി ഒരു പുതിയ ലോകം സൃഷ്ടിക്കും. ആ പുതിയ ലോകത്തിൽ നാം ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുമെന്ന ആ ഒരു വലിയ ചിന്ത, ആ ഒരു വലിയ പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിനവും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് മാറേണ്ടത്. അതാണ് ഈ ഭാഗത്തിലൂടെ നാം ആഗ്രഹിക്കുന്നതും നാം ഓരോരുത്തരും ആയിത്തീരേണ്ടതും അതാണ്. ഒടുവിൽ നന്മ തിന്മയുടെ മേൽ വിജയം വരിക്കും, നീതി നടപ്പാക്കപ്പെടും, വേദനയും കഷ്ടവും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ആ അറിവും ആ അനുഭവവും എത്രമാത്രം ആനന്ദകരമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം പ്രതീക്ഷിക്കുന്ന, നാം ആഗ്രഹിക്കുന്നതായ ഒരു വിജയം, അന്തിമ വിജയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നേടിത്തരുമ്പോൾ അത് നൽകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. കാരണം നാം ഇവിടെ അനുഭവിക്കുന്ന കഷ്ടതകളും യാതനകളും നമ്മുടെ ജീവിതങ്ങളൊക്കെയും നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതും ആ നല്ല ഇടയൻ്റെ വാക്കുകൾ കേട്ട് നാം സഞ്ചരിക്കുന്നതുമൊക്കെയും ആ വലിയ ഒരു വിജയത്തിന് വേണ്ടിയാണ്, ആ രാജ്യത്തിന് വേണ്ടിയാണ്. അത് നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. ആ സന്തോഷത്തിലേക്ക് ഓരോ ദൈവത്തിൻ്റെ മക്കളും, ഓരോ മനുഷ്യരും, എല്ലാ മനുഷ്യരും വരണമെന്നാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഭാഗവും നാം ചെയ്യണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ആ പദ്ധതിയിലേക്ക്, ആ വിശുദ്ധ രാജ്യത്തിലേക്ക് ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നടപ്പിലാക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു. നമ്മൾ ദൗത്യമെന്ന് പറയുന്നത് ഈ സത്യം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ എതിരില്ലാത്ത അധികാരം എന്ന ആ നിത്യരാജ്യത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാൻ കഴിയും. ആ ഒരു വലിയ സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ ഒരു നിത്യ പുരോഹിതൻ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നൊരു വാക്യമാണിത്. മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ ഒരു നിത്യ പുരോഹിതൻ. ഇവിടെ പറയുന്നത് ദൈവം മശിഹായ്ക്ക് ഒരു നിത്യരാജ്യത്വം ഏൽപ്പിച്ചിരിക്കുന്നു. മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ അത്യുന്നത നിരയിലുള്ള ഒരു പൗരോഹിത്യം മശിഹായ്ക്ക് നൽകപ്പെടുന്നു. ഇവിടെ പറയുന്നത് എന്താണ് മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ ഒരു പുരോഹിതൻ എന്ന് ചോദിച്ചാൽ, സമ്പൂർണനായ ഒരു പുരോഹിതൻ. ദൈവത്തിൻ്റെ കൃപയാണത്. ഒരു സമ്പൂർണനായ ഒരു പുരോഹിതനെ നമുക്ക് നൽകിയത് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു അടയാളമാണ്. നമ്മുടെ പാവങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പാവങ്ങളൊക്കെ എപ്പോഴും ദൈവത്തെ പ്രകോപിപ്പിക്കുന്നത് മറന്നു കളയുവാൻ വേണ്ടിയാണ്. നമ്മുടെ പാവങ്ങൾ അത്രമാത്രം കൂടുതലാണ്. ദൈവം നമ്മെ മറന്നു കളയത്തക്ക വിധത്തിലാണ് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മനുഷ്യനും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രതിജ്ഞ, ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടി മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ആ ഉടമ്പടിയിലേക്ക് വീണ്ടും നമ്മെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഒരു മഹാപുരോഹിതനെ, സമ്പൂർണനായ ഒരു പുരോഹിതനെ ദൈവം നമുക്ക് തന്നു. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ദൈവം അനുതപിക്കുന്നത്. നാം പാപം ചെയ്യുമ്പോൾ നാം ഏറ്റുപറയും, ദൈവം നമ്മോട് ക്ഷമിക്കുന്നതും നമുക്ക് വേണ്ടി അനുതപിക്കുന്നതും ഈ ഒരു മഹാപുരോഹിതൻ, സമ്പൂർണനായ മൽക്കീസദേക്കിൻ്റെ വിധത്തിലുള്ള മഹാപുരോഹിതനായതുകൊണ്ടാണ്. നമ്മുടെ ദൈവം കർത്താവായ യേശുക്രിസ്തു തികവുള്ള ഒരു പുരോഹിതനാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ കാലത്ത് രാജാക്കന്മാർക്ക് രാജാവിൻ്റെ ജോലിയും പുരോഹിതന്മാർക്ക് പുരോഹിതൻ്റെ ജോലിയുമായിരുന്നു. ഒരിക്കലും ഒരു രാജാവിന് പുരോഹിതനാകാൻ കഴിഞ്ഞിട്ടില്ല. പൗരോഹിത്യം രാജാക്കന്മാർക്ക് കൊടുത്തിട്ടില്ല. നമുക്കറിയാം, ഊശിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ, പിന്നെ ഉസിയാവ് 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയാവ് അദ്ദേഹം ബലവാനായപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി നിഗളിച്ചിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ ചെന്നു. പുരോഹിതന്മാർ അദ്ദേഹത്തെ തടഞ്ഞു. അത് ലേവി ഗോത്രത്തിനുള്ളതാണ്.
ഈ അന്നുള്ള ആൾക്കാരും പുരോഹിതന്മാരും യാഗങ്ങൾ കൊണ്ട് കൊടുക്കുന്നത് പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നു. അവിടുത്തെ ജനവും പിന്നെ രാജാക്കന്മാരും യാഗങ്ങൾ കൊണ്ട് കൊടുത്തിരുന്നത് ഈ പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നു. അവരായിരുന്നു യാഗം കഴിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഉസിയാവ് എന്ത് ചെയ്തു? സ്വയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പുരോഹിതൻ അവരെ തടഞ്ഞു. ഉസിയാവിന് കോപം ജ്വലിച്ചു. പക്ഷേ പെട്ടെന്ന് ഉസിയാവിൻ്റെ നെറ്റിയിൽ എന്തുണ്ടായി? കുഷ്ഠം ബാധിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം പവിത്രമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പൗരോഹിത്യ വേലയെന്ന് പറഞ്ഞത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവായ യേശുക്രിസ്തു രാജാതിരാജാവും പുരോഹിതനുമാണ്. ഇത് രണ്ടും സമന്വയിപ്പിച്ച ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. മൽക്കീസദേക്ക് ഒരു പുരോഹിതനും ശാലേം രാജാവുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് മൽക്കീസദേക്കിൻ്റെ വിധത്തിൽ ഒരു നിത്യ പുരോഹിതൻ എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അല്ല വേറെ ആരുമില്ല. അപ്പം ഇവിടെ പറഞ്ഞത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും ശാലേം രാജാവുമായിരുന്നു മൽക്കീസദേക്ക്. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സമ്പൂർണനായ ഒരു പുരോഹിതനും ഭൂരാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനും. ഈ രണ്ട് ക്വാളിറ്റീസുമുള്ള ഒരാളെ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതെന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി പിതാവായ ദൈവം തന്നതാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്ന നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ നാം അത് മറന്നു പോകരുത് എന്നുള്ളതാണ്. അപ്പം പിതാവായ ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാണ്, നമ്മോട് കാണിച്ച വലിയ ദയയാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തെ അല്ലെങ്കിൽ പുത്രനെ നമുക്ക് തന്നില്ലായിരുന്നു എങ്കിൽ നാം ഇന്നും പാപത്തിൽ കിടക്കുന്നതായ ഒരു മനുഷ്യവർഗമായി മാറുമായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്നു നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് ഒരു മഹാപുരോഹിതനായി രാജാതിരാജാവായി കർത്താവായ യേശുക്രിസ്തു വാണിരിക്കുന്നു. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പൗരോഹിത്യമാണ്. പാപം കൊണ്ടും മരണം കൊണ്ടും അത് ബാധിക്കപ്പെടുന്നില്ല. മറ്റു പുരോഹിതന്മാരൊക്കെ മരിച്ചുപോയി, മറ്റു പുരോഹിതന്മാരൊക്കെ പാപമുള്ളവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പാപം ഏൽക്കാത്ത വ്യക്തിയായിരുന്നു. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാകുന്നു. ഇന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പാപക്ഷമ യാചിപ്പാനും പാപം ക്ഷമിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്ന വേറെ ഒരു വ്യക്തിയെ നമുക്ക് കാണിക്കാൻ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി അത് രക്ഷ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ ആയിരിക്കുന്നത്, ഒരു പുരോഹിതനായിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ അവരുടെ യാഗങ്ങൾ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളും നമ്മുടെ യാചനകളും കർത്താവായ യേശുക്രിസ്തു സമർപ്പിക്കണം. കാരണം കർത്താവായ യേശുക്രിസ്തുവാണ് പാപരഹിതമായ ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്. രാജാതിരാജാവ് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കർത്താവായ യേശുക്രിസ്തു നമ്മോട് ഇവിടെ എന്താണ്? നമുക്ക് വേണ്ടി വാദിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് അനുസരിക്കുവാൻ ശക്തി നൽകി. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയോട് സംസാരിച്ചതും ക്രിസ്തുവായിരുന്നു. മോശയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയോട് സംസാരിച്ചതും അതും ഒരു വിടുതലിൻ്റെ ആരംഭമായിരുന്നു. മിസ്രയീം ദേശത്ത് നിന്ന് തൻ്റെ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം മോശയെ വിളിച്ച് വേർതിരിക്കുമ്പോൾ നീ ആരാകുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയോട് പറഞ്ഞതും ഈ മശിഹ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ അവരോട് പറയണം. ഇസ്രായേലിൻ്റെ മോചനത്തിനായുള്ള പ്രതിജ്ഞയായിരുന്നു അത്. അങ്ങനെ അവിടുന്ന് മനുഷ്യ സാദസ്സിൽ വന്നപ്പോൾ ഞാനാകുന്നു എന്നു അവിടുന്ന് സ്വയം പ്രഖ്യാപിച്ചു. കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നിട്ട് കൂടി നമ്മുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തു താമസിക്കുവാൻ വന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ജീവനുള്ള അപ്പമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനാകുന്നവൻ ഓരോ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പാണ്, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്ന ഒരു വലിയ വാഗ്ദത്തമാണ്. ഈ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സർവ്വ അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ജീവൻ്റെ വഴിയാകുന്നു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാനാകുന്നു നല്ല ഇടയൻ. അതുകൊണ്ട് ഞാനാകുന്നവൻ എല്ലാ വാഗ്ദത്തിൻ്റെയും ഉറപ്പാണ് ഞാൻ
എന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആ ഉറപ്പിലാണ് നാം വിശ്വസിക്കേണ്ടത്. നമുക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്ന മഹാപുരോഹിതന്മാരിൽ മഹാപുരോഹിതനായ, രാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ പാതയിലൂടെ തുടർന്നും ജീവിക്കുവാൻ, പിന്തിരിഞ്ഞു പോകാതിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം എല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതുവരെ എന്നെ ശ്രമിച്ച് നന്ദി പറയുന്നു. ഇതിൻ്റെ മാനവും മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ആമേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ഞങ്ങൾക്ക് തന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് മഹാപുരോഹിതനും അങ്ങ് ഞങ്ങൾക്ക് ദൈവവും അങ്ങ് ഞങ്ങൾക്ക് രാജാതി രാജാവുമായിരിക്കുന്ന ആ വലിയ കൃപയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങയുടെ ആട്ടിൻകൂട്ടങ്ങളായി ഞങ്ങളെ തേടി അങ്ങ് വന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളോട് കാണിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പാഠഭാഗം ശ്രവിച്ചതായ ദൈവമേ, അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവേ അനുഗ്രഹപ്രദവും സമ്പൽ സമൃദ്ധവുമായ ജീവിതം നയിക്കുവാൻ അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, വാർദ്ധക്യത്തിലുള്ളവരെയും അനുഗ്രഹിക്കണം കർത്താവേ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്ന് അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവേ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ഈഡൻ TV ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അങ്ങ് നല്ല ഇടയനായി അവരുടെ മുൻപാകെ നടന്നുകൊണ്ട് അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമ്പൽ സമൃദ്ധമായി അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് നൽകുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് അവിടെ സന്ദർശിച്ച് ധാരാളമായി അവർക്ക് അനുഗ്രഹം പറഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുകൊള്ളാം. അപ്പൻ്റെ കൃപയിൽ കാത്തുകൊള്ളണം. ഇതിൻ്റെ സർവ്വവിധ മാനവ മഹത്വം അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലവും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തു യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.